തുടങ്ങാം മതജി? തുടങ്ങാം. ഓക്കെ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മാഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാംവിതാം താം സജീവം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. जय. ओके, शेयर. കൃഷ്ണ എല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. കൺഫേം ചെയ്യാൻ എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ശരി. ഇത് നമ്മൾ ഇവിടെ ഭൗതിക ലോകം ആത്മീയ ലോകത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടൊക്കെയായിരുന്നു. അതിനുശേഷം നമ്മൾ സർഗം അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തു. സൈക്കിൾ ഓഫ് പാപത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്ത് റീബർത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കി. റീബർത്തിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ഗോലോകധാമമാണെന്നും ഗോലോകധാമത്തെക്കുറിച്ചും നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ബ്രഹ്മസംഹിതയിലും മറ്റുള്ള സംഹിതകളിലും പറയുന്നത് അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വൈകുണ്ഠധാമം എന്താണെന്ന് നമ്മളൊന്ന് കണ്ടു, എങ്ങനെയാണെന്നുള്ളത്. ഹരിധാമം എന്ന് പറയുന്നത് വൈകുണ്ഠധാമം. അപ്പം അതിലെ വർണ്ണിച്ചു. അതിന് ശേഷം ഭഗവാന്റെ പല അവതാരങ്ങൾ വൈകുണ്ഠത്തിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഗോലോകധാമത്തിലുള്ള അതേപോലെ തന്നെ പല രീതിയിൽ ഭഗവാൻ വൈകുണ്ഠത്തിൽ വസിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇവിടെയും അതേപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇൻ്റർസെക്ഷനിൽ വരുന്ന ഹെക്സഗൺ സ്ഥലത്ത്, ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്ത് ഗായത്രി മന്ത്രം ഇരിപ്പുണ്ട്. നേരത്തെ ഗോലോകത്തുണ്ടായിരുന്നത് കൃഷ്ണഗായത്രി ആയിരുന്നു. ഇതിനകത്തുള്ളത് കൃഷ്ണൻ്റെ കാമഗായത്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വൈകുണ്ഠത്തിലുള്ള ഗായത്രി. അപ്പോൾ ഓരോ നേരത്തെ പറഞ്ഞു ഓരോ ധാമത്തിനും മന്ത്രത്താൽ അതിന് സിദ്ധിക്കാൻ പറ്റും. മന്ത്രസിദ്ധിയാൽ സാധിക്കും. അതാണ് അവിടുത്തെ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചൈതന്യ മഹാപ്രഭു തന്നേക്കുന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതുവഴി നമുക്ക് മന്ത്രത്താൽ സിദ്ധിക്കാൻ പറ്റുന്നതാണ് ഗോലോകധാമം. ഗോലോകത്തുള്ള അന്തർധാമത്തിലുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ ധാമമാണ് നമുക്ക് ഹരേ കൃഷ്ണ ജപിക്കുന്നതിലൂടെ നമുക്ക് സിദ്ധിക്കുന്നത്. ഇനി നമ്മളെ വൈകുണ്ഠം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാരൂപ്യത്താൽ മോക്ഷത്താൽ കിട്ടുന്ന ഒരു വളരെ ഐശ്വര്യം പ്രകടമായിട്ട് കാണുന്നതും ഐശ്വര്യം താൽ സമ്പുഷ്ടമായിട്ടുള്ള സ്ഥലമാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അവിടെ അനന്തകോടി അവതാരങ്ങളുണ്ട്. ഒന്നോ രണ്ടോ എണ്ണിയാൽ ഇങ്ങനെ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണാൻ പറ്റുന്നതല്ല. അനന്തകോടിയായിട്ടുള്ള അവതാരങ്ങളാണ്. ആ അവതാരങ്ങൾ പല രീതിയിൽ ഭഗവാൻ എടുക്കുകയാണ്. തൻ്റെ സിദ്ധി കാണിക്കാൻ വേണ്ടിയിട്ടും തൻ്റെ ലീലകൾ കാണിക്കാനും തൻ്റെ ഭക്തന്മാരുമായിട്ടുള്ള ഓരോ ഭക്തൻ്റെയും അഭിരുചിക്ക് അനുസരിച്ച് ഭഗവാൻ തൻ്റെ രൂപങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോണത് അവിടെ എങ്ങനെയാണ് ആ ഭഗവാന്റെ അവതാരങ്ങളുടെ എങ്ങനെ വിഭജിക്കാം, അല്ലെങ്കിൽ ഡെഫിനിഷനും അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ് നമ്മൾ ഇന്ന് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്.
അപ്പം ഓക്കെ, ഇത് കുറച്ച് ടെക്നിക്കലാണ് ഇത് ഇന്നത്തെ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ടെക്നിക്കൽ. ഫസ്റ്റ് നമുക്ക് ഭഗവാന്റെ അവതാരത്തെ 3 രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഭഗവാനെ സ്വയം രൂപനായിട്ടുള്ള ഭഗവാൻ, അതായത് ശരിക്കുള്ള സാക്ഷാൽ ശ്രീ കൃഷ്ണൻ, ഗോലോകത്തിൽ ഇരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ, അതിന് ആ രൂപത്തെ നമ്മൾ സ്വയം രൂപം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഓക്കെ, സ്വയം രൂപം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക തുടക്കത്തിൽ തന്നെ. കാരണം ഒരു ഡെഫിനേഷനിൽ നിന്ന് വേറൊരു ഡെഫിനേഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ്. രണ്ടാമത്തേത് തദേകാത്മരൂപം. തദേകാത്മരൂപം എന്ന് പറയുന്നത് ഭഗവാനും ഭഗവാന്റെ ഫീച്ചേഴ്സും ഭഗവാന്റെ ഫോംസും ഡിഫറെൻ്റ് ആണ് ആരിൽ നിന്ന്, സ്വയം രൂപത്തിൽ നിന്ന്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള സ്വയം രൂപ ഭഗവാനിൽ നിന്നും തദേകാത്മ രൂപത്തിലുള്ള ഭഗവാന്റെ രൂപങ്ങൾ വ്യത്യാസമായിരിക്കും, ഫീച്ചേഴ്സിൽ വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് തദേകാത്മ രൂപത്തെ 2ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്ന് വിലാസരൂപവും ഒന്ന് സ്വാംശരൂപവും. വിലാസരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒറിജിനൽ സ്വയം രൂപ ഭാവമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് രൂപത്തിൽ, എന്നിട്ട് ക്വാളിറ്റീസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതാണ് വിലാസം. അതായത് രൂപത്തിൽ വ്യത്യാസമുണ്ട്. പല പാസ്റ്റ് ടൈംസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്വയം രൂപ ഭഗവാൻ എന്ന് പറയുന്നത് ദ്വിഭുജന, 2 കൈയുള്ളതാണ്. 2 കൈയുള്ള ഭഗവാൻ തന്നെ ചിലപ്പോൾ 4 കൈ ആയിട്ട് വരും. എന്നിട്ട് അതിന് അവിടെയും വ്യത്യാസം വരും. 4 രൂപത്തിൽ മാത്രം ഭേദം, ക്വാളിറ്റീസിലും ഭേദം. അപ്പൊ ക്വാളിറ്റീസ് ഭേദം വരുമ്പോഴാണ് വിലാസരൂപമാവുന്നത്. ഉദാഹരണത്തിന് നാരായണൻ എന്ന് വെച്ചാൽ കൃഷ്ണനുമായിട്ട് നോക്കുമ്പോൾ 2 കൈയും 4 കൈയും വ്യത്യാസമുണ്ട്. അതേപോലെ നാരായണനാണെങ്കിൽ കൃഷ്ണന്റെ എല്ലാ ക്വാളിറ്റീസും ഇല്ല, 60 ക്വാളിറ്റീസേ ഉള്ളൂ. 64 ക്വാളിറ്റീസ് സമ്പുഷ്ടനാണ് കൃഷ്ണൻ. അപ്പൊ ആ 4 ക്വാളിറ്റീസിന്റെ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ അതാണ് നാരായണനെ വിലാസരൂപമാക്കുന്നത്. അതായത് നാരായണൻ എന്ന് പറയുന്നത് വിലാസരൂപനാണ് ഗോവിന്ദന്റെ. വാസുദേവനും അതേപോലെ ഒരു വിലാസനാണ് നാരായണന്റെ. ഇതാണ് വിലാസരൂപം. ക്ലിയർ ആണോ? എനിക്കറിയാം കുറച്ച് ടെക്നിക്കലാണ്, പക്ഷെ ഇത് ക്ലിയർ ആക്കി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും രാവിലെ വന്നിട്ട് ഇവിടെ ടെക്നിക്കലി ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അന്താളിച്ചിരിക്കുകയാണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു വിലാസരൂപം ഒന്നുകൂടെ പറയാവോ പ്രഭു? വിലാസരൂപം എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണന്റെ സ്വയം രൂപമായിട്ടുള്ള രൂപത്തിൽ ഭേദം, ക്വാളിറ്റീസിൽ കുറച്ച് കുറഞ്ഞിരിക്കും. രൂപത്തിൽ ഭേദമുണ്ട്, ക്വാളിറ്റീസിൽ കുറച്ച് കുറഞ്ഞിരിക്കും. ഇതിനെ വിലാസരൂപം എന്ന് പറയും. സ്വയം രൂപം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കൃഷ്ണൻ. ഈ സാക്ഷാൽ സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണനെ കമ്പയർ ചെയ്തിട്ടാണ് തദേകാത്മ രൂപത്തിലും വിലാസരൂപത്തിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു സംശയം പ്രഭു. ഹരേ കൃഷ്ണ. അതായത് ഭഗവാന്റെ ഈ ചതുർബാഹു രൂപത്തിൽ തന്നെ ഗദാപത്മധാരിയായിട്ട് നിൽക്കുന്ന അതിൽ ഓരോ ബാഹുക്കളിലും മാറി വരുമ്പോൾ അതിന്റെ പേരുകൾ മാറി വരുന്നുണ്ടല്ലോ പ്രഭു. ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ശരി പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. സ്വയം രൂപ ഇനി തദേകാത്മ രൂപത്തിൽ വിലാസരൂപത്തിൽ ഡിഫൈൻ ചെയ്തു. അടുത്ത കഴിഞ്ഞ് വരുന്നതാണ് സ്വാംശ രൂപം എന്ന് പറയുന്നത്. അംശ എന്ന് പറഞ്ഞാൽ സ്വന്തം അംശം തന്നെയാണ് അർത്ഥം. അതായത് വിലാസം പോലെ തന്നെ ഇരിക്കും. അതായത് വിലാസം എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞത്, ഒരേ രൂപം അല്ല. അതേപോലെ ക്വാളിറ്റീസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ വിലാസത്തെക്കാട്ടിലും കുറച്ചുകൂടി പൊട്ടൻസി കുറയുമ്പോഴാണ് അതിന് അംശ എന്ന് പറയുന്നത്. അതായത് സ്വാംശത്തിനെക്കാട്ടിലും, ഉദാഹരണം നേരത്തെ പറഞ്ഞ നാരായണനെക്കാട്ടിലും കുറച്ച് പൊട്ടൻസി ഉള്ളത് തന്നെയാണ് അവരെ നമ്മൾ അംശ എന്ന് പറയും. ഇതെല്ലാം തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷന് വേണ്ടി പറയുന്നതാണ്.
ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കണമെങ്കിൽ, ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, അപഗ്രഥിച്ച് പഠിക്കണമെങ്കിൽ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം, എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം എന്തായാലും ഏത് സയൻസ് പുസ്തകം എടുക്കൂ, ഫിസിക്സ്, മാത്സ്, എന്ത് വേണമെങ്കിലും എടുത്തോളൂ, അതിലെല്ലാം ഡെഫിനിഷൻസ് ആണ് ക്ലിയർ ആവേണ്ടത്. കാരണം ഡെഫിനിഷൻ ക്ലിയർ ആയാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ മണ്ടേ ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ സ്വാംശം എന്ന് പറയുന്നത് വിലാസ രൂപത്തെക്കാട്ടിലും കുറച്ച് ക്വാളിറ്റി കുറയും, അല്ലെങ്കിൽ പൊട്ടൻസി കുറയും. ക്വാളിറ്റി അല്ല, പൊട്ടൻസി കുറയും. അപ്പം വിലാസം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിലാസത്തിലെ സ്വയം രൂപത്തെക്കാട്ടിലും രൂപത്തിൽ ഭിന്നതയുണ്ട്, അതേപോലെ നമുക്ക് ക്വാളിറ്റിയിലും കുറച്ച് ക്വാളിറ്റീസ് കുറവാണ്. ഇതാണ് വിലാസരൂപം. വിലാസരൂപത്തെക്കാട്ടിലും പൊട്ടൻസി കുറയുന്നത് സ്വാംശമായിട്ട് മാറുന്നു. ഉദാഹരണത്തിന് സംഘർഷണൻ, മത്സ്യം, ഇങ്ങനെയൊക്കെ ഉള്ളത് ഭഗവാന്റെ പല അവതാരങ്ങൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അതെല്ലാം സ്വാംശ രൂപത്തിൽ വരും. ഇതിപ്പം വിലാസവും സ്വാംശവും. ഹരേഷ്ണ പ്രഭു, പരമാത്മാവ് ഏത് രൂപത്തിലുള്ളതാ പ്രഭു? മാതാജിക്ക് അതിന്റെ ആൻസർ നമുക്ക് അടുത്ത സ്ലൈഡിൽ കിട്ടും. പരമാത്മാവ് എന്ന് പറയുമ്പോൾ ഏത് ഭഗവാനാണെന്ന്, പരമാത്മാവ് എന്ന് പറയുമ്പോൾ ഏത് ഭഗവാനാണ് മാതാജി ഉദ്ദേശിക്കുന്നത്? എനിക്കത് അറിയില്ല, അതുകൊണ്ടാ ചോദിച്ചത്. നമ്മളിലുള്ള പരമാത്മാവുണ്ടല്ലോ. നമ്മളുള്ള പരമാത്മാവ് എന്ന് പറയുന്നത് അത് ഒരു പുരുഷന്റെ രൂപത്തിലാണ്, പുരുഷാവതാരമാണ്. ക്ഷീര ഉദകശായി വിഷ്ണു എന്ന് പറയും. അത് വേറൊരു ക്ലാസിഫിക്കേഷനിലും ഇല്ല. പരമാത്മാവ് 4 കൈയാണ്, ചതുർബാഹുവാണ്. പരമാത്മാവ് ചതുർബാഹുവാണ്. ഒരാളുടെ തള്ളവിരൽ തൊട്ട് ചൂണ്ടുവിരൽ വരെയുള്ള ഈ ഡിസ്റ്റൻസ്, അതിന് ഒരു പേരും പറയുന്നുണ്ട്, അത് യൂണിറ്റിന്റെ പേര് മറന്നു. അത്രയും ഡിസ്റ്റൻസിലാണ്, അത്രയും ഹൈറ്റിലാണ് ഇരിക്കുന്ന പരമാത്മ ഒരാളുടെ ഹൃദയദേശത്ത്, ഹൃദയത്തിലല്ല, ഹൃദയത്തിന്റെ സ്ഥലത്ത് ഇരിക്കുകയാണ്. അവിടെ ഹൃദയ കമലത്തിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വരുന്നത്. അത് നമ്മൾ കൂടുതൽ പിന്നെ ഡിഫൈൻ ചെയ്യും. ഹരേ കൃഷ്ണ. അപ്പൊ ഇതുവരെ നമ്മൾ 2 ഡെഫിനേഷൻ കണ്ടു. അതായത് സ്വയം രൂപവും കണ്ടു, തദേകാത്മ രൂപവും കണ്ടു. തദേകാത്മ രൂപത്തിലെ വിലാസ രൂപമുണ്ട്, സ്വാംശ രൂപമുണ്ട്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ആവേശ രൂപം എന്നാണ്. സ്വയം രൂപം, തദേകാത്മ രൂപം, ആവേശ രൂപം. ഈ ആവേശ രൂപം എന്ന് പറഞ്ഞാൽ ഒരു ജീവാത്മാവിന് ഭഗവാൻ എംപവർമെന്റ് കൊടുക്കുകയാണ്. അതായത് ഭഗവാന്റെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ശക്തി ആവേശിച്ചു കൊടുക്കുക. അതിനെയാണ് ശക്ത ആവേശ രൂപം എന്ന് പറയുന്നത്. ഇനി ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജ്ഞാനം ആവേശിച്ചു കൊടുക്കുമ്പം ജ്ഞാന ആവേശ രൂപമാണ്. ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഭക്തി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭക്തി ആവേശ രൂപമായിട്ട് കൊടുക്കും. ഇതെല്ലാം കൊടുക്കുന്നത് ഒരു ജീവാത്മാവിനാണ്. അപ്പൊ ഇവിടെ ആവേശ രൂപത്തില് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവേശ രൂപത്തിൽ വരുന്നത് ഒരു ജീവാത്മാവാകാം. ഉദാഹരണത്തിന് ശേഷനാഗം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും എല്ലാം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രൂപം ആക്ച്വലി ഭഗവാന്റെ ഭൂധാരണ ശക്തി കൊടുത്തിട്ട് വന്ന ഒരു ജീവാത്മാവിന് കൊടുത്തിട്ട് വരുന്ന രൂപമാണ് ശേഷനാഗമായിട്ട് നിൽക്കുന്നത്. അതൊരു ജീവാത്മാവാണ്. എവിടെയാണോ ഭഗവാൻ വൈകുണ്ഠത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ വസിക്കുമ്പോൾ ക്ഷീരസാഗരത്തിലായാലും കാരണസാഗരത്തിലായാലും കിടക്കുന്ന ശേഷനാഗം എന്ന് പറയുന്നത് അത് അനന്തനാണ്, അത് ഭഗവാൻ തന്നെയാണ്. പക്ഷേ ഭൂമി ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജീവാത്മാവാണ്. അവിടെ ഭൂധാരണ ശക്തി കൊടുത്തിരിക്കുകയാണ്, അവിടെ ആവേശ രൂപമായിട്ട് മാറുന്നു. അപ്പം സ്വാംശമാകുന്നു ധരിക്കുന്ന അനന്തൻ, പക്ഷെ ഭൂധാരണ ധരിക്കുന്ന അനന്തൻ ഇവിടെ ആവേശ രൂപമായിട്ട് മാറുന്നു. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആക്കി പോകണം നമുക്ക്, കാരണം വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആവും. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഈ ശേഷനാഗം എന്ന് പറയുന്നത് ഭൂമിയെ വഹിക്കുമ്പോഴാണല്ലേ ആകുന്നത്? ശേഷനാഗൻ, ശേഷൻ എന്ന് പറഞ്ഞാൽ സർവന്റ് എന്നാണ് അർത്ഥം. ശേഷക്കാരൻ എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ എന്നാണ് അർത്ഥം. അപ്പൊ ശേഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ സദാ സന്നദ്ധരായിട്ടിരിക്കുന്ന ആളെയാണ്, ജോലിക്കാരനെയാണ് ശേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശേഷനാഗത്തെ നമ്മള് ഭഗവാന്റെ ദാസനാണ്, ഭഗവാന്റെ സെർവന്റ് ആണ്. ആ ശേഷനാഗത്തെ നമുക്ക് 2-3 സ്ഥലത്ത് കാണാൻ പറ്റും. എവിടെയെല്ലാം വിഷ്ണു രൂപത്തിൽ എല്ലാം ശേഷനാഗമുണ്ട്. ഇനി
പ്രത്യേകിച്ച് പറഞ്ഞ ശേഷനാഗം എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എന്താണ് ഉദ്ദേശിച്ചത് ശേഷനാഗം എന്നുള്ളത്. നമ്മുടെ ഭൂമി ധരിക്കുന്ന ശേഷനാണെങ്കിൽ അത് ജീവാത്മാവാണ്. ബാക്കി ഭഗവാനെ ധരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്, അതായത് സ്വാംശം തന്നെയാണ്. അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. ഇപ്പൊ ശേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഡെഫിനേഷൻ ആയിട്ടില്ല, ക്വാളിഫിക്കേഷൻ ആയിട്ടില്ല. ശേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളിന് പറഞ്ഞാൽ ഇപ്പം വായു എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ വായു എന്ന് പറയുന്നത് ഒരു കണ്ടന്റ്, അതിനകത്ത് നമ്മുടെ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ എല്ലാം കാണും. ഇപ്പം ചില ഗുഹയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വായു എന്ന് പറഞ്ഞാൽ ചിലപ്പം കാർബൺ മോണോക്സൈഡ് മാത്രമേ കാണും, ചിലപ്പം സൾഫർ ഡയോക്സൈഡ് ആയിരിക്കും. സൾഫർ ഡയോക്സൈഡ് ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര നാറ്റമായിരിക്കും. അപ്പൊ നമുക്ക് അത് വായുവാണ് എന്നതിന് ഇവിടെ മാത്രം എന്താ നാറ്റം എന്ന് ചോദിക്കുമ്പം അത് വേറൊരു ക്വാളിഫിക്കേഷൻ വേറെയായി മാറി. അതേപോലെ പിന്നെ നല്ല സ്ഥലത്ത് പോകുമ്പം നല്ല സുഗന്ധമായിരിക്കും, അതും വായുവാണ്. പക്ഷെ കച്ചറ ഇട്ടേക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ദുഷിച്ച ദുർഗന്ധമായിരിക്കും, അതും വായുവാണ്. പക്ഷെ എന്താണോ അതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് മാറുന്നത്, അതേപോലെ തന്നെ ശേഷനാഗം എന്ന് പറയുമ്പം ഏത് ശേഷനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കൂടെ നമ്മൾ ക്ലാരിഫൈ ചെയ്യാം. അതനുസരിച്ചാണ് ജീവാത്മാവാണോ സ്വാംശമാണോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ പ്രഭു, ക്ലിയർ ആണ്. അതിന്റെ ആ ഒരു എവിടെയാണോ നിൽക്കുന്നതെന്നനുസരിച്ച് അതിന്റെ അത് മാറും അല്ലെ? ജീവാത്മാവാണോ അല്ലാത്തയാണോ എന്നുള്ള വ്യത്യാസം. അവതാരത്തിന് വ്യത്യാസം വരും. അതാണ് നമ്മൾ ക്ലിയർ ആയിട്ട്, നമുക്ക് സാധാരണ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും ഡിസ്കസ് ചെയ്യത്തില്ല പക്ഷെ നമ്മുടെ ബ്രഹ്മമധ്യ ഗൗഡി സമ്പ്രദായത്തിന്റെ മഹത്വം ഇതാണ്. നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നെ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ചൈതന്യ ചരിതാമൃതത്തിൽ, മധ്യലീലയിലെ സനാതന ശിക്ഷയിലും രൂപ ശിക്ഷയിലും, പിന്നെ അതുപോലെ തന്നെ പല കോൺവെർസേഷൻസിലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരു രൂപം കൂടെ ഉണ്ട്, കുറച്ചുകൂടെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രൂപം കൂടെ ഉണ്ട്. അതിനെ പറയുന്നത് പ്രകാശരൂപം എന്നാണ് പറയുന്നത്. പ്രകാശരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകാശരൂപത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്വാംശത്തിലോ വിലാസത്തിലോ സ്വയം ആവേശരൂപത്തിലോ കണക്കാക്കത്തില്ല. ഈ ക്ലാസിഫിക്കേഷനിൽ വിലാസം സ്വാംശം എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ കണക്ട് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം എന്തെന്ന് വെച്ചാൽ അവര് രൂപത്തിൽ ഭിന്നമായിരിക്കും, പക്ഷെ ക്വാളിറ്റിയിലും പൊട്ടൻസിയിലും സ്വയം രൂപത്തിന് സെയിം ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. തദേകാത്മരൂപം ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞത് രൂപത്തിലും ഫീച്ചേഴ്സിലും ഡിഫറെൻ്റ് ആയിരിക്കും സ്വയം രൂപത്തിൽ നിന്ന്. അതായത് രൂപം രണ്ട് കാര്യങ്ങളാണ്, രൂപമുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് രണ്ടും സ്വയം രൂപത്തിൽ നിന്ന് ഭിന്നമാകുമ്പോൾ തദേകാത്മ രൂപമാകും. അതിൽ തന്നെ പൊട്ടൻസിയിൽ കുറച്ച് കുറയുമ്പം അതിനെ ഫസ്റ്റ് നമ്മൾ വിലാസരൂപം എന്ന് പറയും. വിലാസരൂപത്തിൽ നിന്ന് പൊട്ടൻസി കുറച്ച് കുറയുമ്പോൾ സ്വാംശം എന്നും പറയും. പക്ഷെ ഇവിടെ വരാത്തൊരു ഗണം എന്ന് പറയുന്നത് രൂപത്തിലും ഗുണത്തിലും ഫീച്ചേഴ്സിലും ഭഗവാനെ സിമിലർ ആവുമ്പോൾ അതിനെ പ്രകാശരൂപം എന്ന് പറയും. ഭഗവാൻ ഒരേ സമയത്ത് ദ്വാരകയിൽ 16,108 വൈഫ്സിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് രാവിലെ എല്ലാ ഭഗവാന്മാരും ഒന്നിച്ച് ദ്വാരകയിലെ സദസ്സിലെത്തുന്നു. അതേപോലെ വൈകുന്നേരം ആ സദസ്സിൽ നിന്ന് വിട്ടിട്ട് തിരിച്ച് അവരവരുടെ വീട്ടിൽ പോകുന്നു. ഈ ഒരു രൂപം പ്രകടനം ഇത്രയും ഫീച്ചറായിട്ട് നോൺ ഡിഫറെൻ്റ് ആവാ, ഒരേ രൂപത്തിലുള്ള കൃഷ്ണന്റെ ഒരേ ഫീച്ചറാണ്, ഒരേ ക്വാളിറ്റീസ് ആണ്, എല്ലാം സെയിം തന്നെയാണ്. അതിനെ നമ്മൾ പറയുന്നത് പ്രകാശരൂപം പറയും. ഇതുപോലെ കൃഷ്ണൻ രാസലീലയുടെ സമയത്ത് വരുന്നത് ഇതും പ്രകാശരൂപമാണ്. അപ്പൊ ഇത് നമ്മൾ ക്ലിയർ ആക്കണം. ഇത് എന്താണ്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ ഈ ബ്രഹ്മ വിമോഹന ലീലയിലോ? ബ്രഹ്മവിമോഹന ലീലയിൽ വരുന്ന കൃഷ്ണന് ക്വാളിറ്റീസിലും രൂപത്തിലും സെയിം ആയിരുന്നോ? ക്വാളിറ്റീസ് കൃഷ്ണൻ തന്നെയല്ലേ? കൃഷ്ണൻ തന്നെയാണ്. പക്ഷേ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫോം കൃഷ്ണന്റെ ആയിരുന്നു. പശുവായിട്ടും ഗോപന്മാരായിട്ടും അല്ലെ വന്നത്. അപ്പൊ ഫീച്ചേഴ്സ് ഫോം സെയിം അല്ല അല്ലെ? ഫോം സെയിം അല്ല. അപ്പൊ അവരുടെ ഫീച്ചറിൽ വന്നപ്പം ഭഗവാനെ പോലെ എല്ലാ ഫീച്ചേഴ്സും കാണിച്ചോ? ഇല്ല. അവരവരുടെ പശുവിന്റെ എങ്കിൽ പശുവിന്റെ ഫീച്ചേഴ്സ് കാണിച്ചു, ഗോപന്മാരെങ്കിൽ ഗോപന്മാരുടെ ഫീച്ചർ കാണിച്ചു, ഇല്ലേ? അപ്പൊ ഫോമിലും ഫീച്ചറിലും ഡിഫറെന്റ് ആണ്. അപ്പൊ ഏത് ഫോം ആയിരിക്കണം മാതാജി?
അതൊരു പറയൂ. തദേകാത്മരൂപമായിരിക്കും. തദേകാത്മരൂപം. തദേകാത്മരൂപത്തില് വിലാസമാകാം. ഓക്കെ, പൊട്ടൻസി കുറച്ച് കാണിക്കുമ്പം അത് സ്വാംശമാവും. അതാണ്, ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ കാണാതെ പഠിക്കാതെ നമ്മൾ ഓരോ എന്താ പറയണേ, അതിന്റെ പോയിന്റ്സ് മനസ്സിലാക്കുക. 2 പോയിന്റാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഫോം, അതായത് ഫീച്ചേഴ്സ്, ഇത് രണ്ടും നോക്കിയാൽ മതി. ഇത് രണ്ടും സെയിം ആണെങ്കിൽ പ്രകാശരൂപം, ഡിഫറെന്റ് ആണെങ്കിൽ തദേകാത്മരൂപം. തദേകാത്മരൂപത്തിൽ വിലാസമാകാം, അതിനേക്കാളും വിലാസത്തെക്കാളും കുറച്ചുകൂടി പൊട്ടൻസി കുറവാണ് കാണിക്കുന്നതെങ്കിൽ സ്വാംശമാകും. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. കൃഷ്ണപ്രഭു ഒന്നുകൂടെ പറയൂ. ഓക്കെ, സ്വയം രൂപ ഭഗവാൻ. സ്വയം രൂപ ഭഗവാനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കുറച്ച് പാരാമീറ്റേഴ്സ് ഇടണം. ഒന്ന് ഫോം, ഒന്ന് ഫീച്ചർ, ഒന്ന് പൊട്ടൻസി. ഇങ്ങനെ 3 ഇടാം. ഒരു ഫോമും ഫീച്ചറും സെയിം തന്നെയാണ് ഭഗവാനുമായിട്ട് എന്നെങ്കിൽ, സ്വാംശ രൂപത്തിനായിട്ട് ഭഗവാനെങ്കിൽ നമ്മൾ പ്രകാശരൂപമാകുന്നു. ഫോമും ഫീച്ചറും ഡിഫറെന്റ് ആവുമ്പോൾ തദേകാത്മ രൂപം, അതില് വിലാസരൂപമാണ്. ഇനി പൊട്ടൻസി കുറച്ച് കുറയുമ്പം അത് സ്വാംശ രൂപമാകുന്നു. പ്രഭുജി, അപ്പൊ ഒരു കാര്യം, സ്വാംശം എന്ന് പറയുമ്പോ സ്വ അംശം എന്നല്ല, ഭഗവാന്റെ തന്നെ അംശം എന്നല്ല. അപ്പൊ അതിനെങ്ങനെ പൊട്ടൻസി കുറയണത്? അംശമായതുകൊണ്ടാണ്. അപ്പൊ അല്ല മാതാജി, അംശം എന്ന് പറഞ്ഞാൽ നമ്മള് അംശം എന്ന് പറയുമ്പോ പാർട്ട് എന്ന് പറയും അല്ലേ കൃഷ്ണ? പാർട്ട് എന്ന് പറയും. പാർട്ട് എന്ന് മാത്രമല്ല നമ്മൾ അതിനർത്ഥമുള്ളത്. അംശം എന്ന് പറയുമ്പോൾ അതിനെ ഒരു ഡിഫറെന്റ് വേരിയേഷൻ എന്ന് പറയും. ഒരു ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞ സംഘർഷൻ, മത്സ്യ, ഇവർ രണ്ടുപേരും സ്വാംശ രൂപമാണ്. അംശം, സ്വന്തം അംശമായിട്ടുള്ള രൂപമാണ്. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് സ്വന്തമായിട്ട് അല്ലാത്ത ഒരു രൂപമുണ്ട്, അതായത് വിഭിന്ന അംശം എന്ന് പറയും. അംശം എന്ന് പറഞ്ഞാൽ സ്വന്തം രൂപം, അതായത് ഭഗവാൻ തന്നെയാണ് വരുന്നത്. ഇപ്പൊ മത്സ്യമായിട്ട് വരുമ്പോൾ ഭഗവാനാണ് വരുന്നത്, ജീവാത്മാവല്ല വരുന്നത്. വിഭിന്ന അംശം എന്ന് പറയുമ്പോൾ ഭഗവാനിൽ നിന്നും വിഭിന്നനായിട്ടുള്ള ആള്, അതാരായിരിക്കും? ജീവാത്മാവ്. മനസ്സിലായോ? അതാണ്. അപ്പം സ്വാംശം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശങ്ങൾ എന്ന് പറയുമ്പോൾ വൈകുണ്ഠത്തിലുള്ള കൃഷ്ണന്റെ ഇതാണ്, എല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷെ വിഭിന്ന അംശം എന്ന് പറയുമ്പോൾ ഭഗവാൻ അല്ല, ജീവാത്മാവാണ്. അവിടെ 2 ക്ലാസിഫിക്കേഷൻ വരും, മനസ്സിലായോ? സ്വാംശം, വിഭിന്നാംശം. അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഒരു പർപ്പറ്റിലുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ പ്രഭുജി, ഹരേ കൃഷ്ണ. ഒരു മാതാജി ക്വസ്റ്റ്യൻ സംശയം ചോദിക്കുന്നു. ഒരു മിനിറ്റ്. ജീവാത്മാവും പരമാത്മാവും ഉണ്ട്. അതാണ് ഇവിടെ സ്വാംശം വിഭിന്നാംശം എന്ന് പറയുന്നത്. ഇപ്പൊ ജീവാത്മാവ് എന്ന് പറയുന്നത് വിഭിന്നാംശം, പരമാത്മാവ് എന്നത് സ്വാംശം. ഭഗവാൻ തന്നെയാണ് പരമാത്മാവ്. രണ്ടുപേരും നമ്മുടെ ഹൃദയത്തിൽ സ്ഥിതി കൊള്ളും. ഹരേ കൃഷ്ണ. മധുജി മധുജി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോറി. അപ്പൊ നമുക്ക് ഈ ബ്രഹ്മവിമോഹന ലീലയില് നമുക്ക് ഗോപന്മാരെ വിലാസം എന്നും കാവ്സിനെ എല്ലാം സ്വാംശം എന്നും പറയാമോ? ഗോപന്മാരെ വിലാസം നമ്മള് പറയാം, തീർച്ചയായിട്ടും പറയാം. അതില് നമ്മൾ ഇനി അതിനെ കുറച്ച് ഞാൻ എക്സാമ്പിൾസ് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്, അപ്പൊ അത് ക്ലിയർ ആവും. ഓക്കെ, ഗോപന്മാരെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ, ടെക്നിക്കലി നോക്കിയാൽ പൊട്ടൻസി കുറച്ചാണ് കാണിച്ചിരിക്കുന്നത് ഗോപന്മാര്. അപ്പൊ സ്വാംശത്തിലും വരത്താം. അത് നമ്മൾ എങ്ങനെ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. അതാണ് എന്റെ. ഓക്കെ, കൃഷ്ണ പ്രഭുജി, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പൊ ഈ വിലാസ എന്ന് പറഞ്ഞതില്ലേ, അപ്പൊ അത് നാരായണ വാസുദേവ എന്ന് പറയുമ്പോ അത് ചതുർഭുജ രൂപല്ലേ പ്രഭുജി? അതെ, ഫോംസില് ബൽറാം ഒറിജിനൽ ഫോം അല്ലല്ലോ, ഡിഫറെന്റ് ഫോം അല്ലേ? ഡിഫറെന്റ് ഫോം ആണ്, ഡിഫറെന്റ് ഫോം ഫോർ ഡിഫറെന്റ് പാസ് ടൈംസ് ആണ്. അതേപോലെ തന്നെ ലെസൺ ക്വാളിറ്റീസ് ആണ്. അപ്പൊ എക്സ്പാൻഷൻ ബൽറാം ഭഗവാനിൽ നിന്നായിരിക്കും.
Am I right? Expansion ബൽറാം ഭഗവാനിൽ നിന്നായി. അതെ, ഓക്കെ പ്രഭുജി, എക്സ്പാൻഷൻ ബൽറാം ഭവാനി എന്നാണ്. അത് മാതാജി പറഞ്ഞത് വരുന്നുണ്ട്. മാതാജി മാതാജി പറഞ്ഞ വഴിയാണ് ഇനി അടുത്ത PPT അടുത്ത പേജിൽ വരുന്നത്. ഓക്കെ, അതില് മാതാജി കണ്ടിട്ടുള്ള ആ PPT-യുടെ അത് തുടങ്ങുന്നതിന് മുമ്പേ അതിന്റെ എന്താ പറയണേ ടേംസ്. ഓക്കെ പ്രഭുജി, ഓക്കെ പ്രഭുജി, ക്ലിയർ ആയി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കാരണം ഞാൻ അതിലോട്ട് ആദ്യമേ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ടേംസ് ഡിഫൈൻ ചെയ്തിട്ട് അതാണ് സ്ലൈഡ്. ചൈതന്യ മഹാപ്രഭു സ്വയം രൂപമാണോ? ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണല്ലോ. കൃഷ്ണനെ പക്ഷെ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ വരുമ്പം ഭഗവാനിൽ നിന്നും രൂപം ഭേദമാണ്. പക്ഷേ ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, ഇല്ലേ? അപ്പം ഭഗവാനെ നമുക്ക് എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഫീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷെ അത് പ്രകടമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പ്രകടമാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ഛന്ന അവതാരം എന്നാ പറയണേ. ഛന്ന അവതാരം അല്ലെങ്കിൽ ഹിഡൻ അല്ലെങ്കിൽ ചീറ്റിംഗ് എന്നുള്ള രീതി പറയാം. അതിലെ ബുദ്ധനും ഛന്ന അവതാരമാണ്. ചൈതന്യ മഹാപ്രഭു ഒരു ഭക്താവതാരം എന്ന് പറയുമെങ്കിലും ഭക്തന്റെ രൂപത്തിൽ വന്ന അവതാരമാണ് ഭഗവാന്. പക്ഷേ നമുക്ക് ഈ ക്വാളിഫിക്കേഷനിൽ നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അതിന്. കാരണം ഫീച്ചേഴ്സ് എപ്പോഴാണ് പ്രകടമാക്കിയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പ്രകടമാക്കിയിട്ടുണ്ട്. പൊട്ടൻസി അതും പ്രകടമാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് സ്വയം രൂപനെ തന്നെ പറയാൻ പറ്റും. പക്ഷെ ഫീച്ചറിൽ ഫോമിൽ മാത്രം വ്യത്യാസം വരും. അപ്പൊ നമുക്ക് പ്രകാശ രൂപത്തിൽ നിന്നും പറയാം. മനസ്സിലായോ? പക്ഷെ അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഇതിന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ടേംസിന്റെ ഡെഫിനിഷൻ വെച്ച് പോകുമ്പോൾ പ്രകാശം എന്നേ പറയാൻ പറ്റും. കാരണം ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല, ഒരു രീതിയിലും വ്യത്യാസമല്ല. കുറച്ച് ഫോമിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ, ഇല്ലേ? അതാണ് പ്രകാശത്തിന്റെ ഫീച്ചർ. പക്ഷെ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിനെ അങ്ങനെ ക്ലാസിഫൈ ചെയ്തില്ല. നമ്മൾ ഭക്ത അവതാരം, ഏറ്റവും മേഴ്സിഫുൾ ആയിട്ടുള്ള അവതാരം, അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഭക്തന്മാർ നമ്മളെന്ന് ഉദ്ദേശിച്ചത് ചെയ്യുന്നത് അവതാരം എന്താണെന്നുള്ളത്. അവതാരം ബേസിക്കലി വീടിന്റെ അർത്ഥം എന്താണ്? അവതരിക്കുക, താഴെ ഇറങ്ങി വരിക, മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരിക. അതിനാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പൊ അവതാരം എന്ന് പറയുമ്പോൾ അവതാരിയുണ്ട്. ആരാണ് ഇറങ്ങി വരുന്നത്? അത് അവതാരി. ഇറങ്ങി വരുന്നതിനെ അവതാരം എന്നും പറയും. ഇത് രണ്ടും ക്ലിയർ ആണല്ലോ ഡെഫിനിഷൻ. അവതാരി എന്ന് വെച്ചാൽ ആരാണ് ഇറങ്ങി വരുന്നത്, അവതാരം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നയാള്. ക്ലിയർ ആണോ? ഉദാഹരണത്തിന് ഇവിടെ ഇപ്പം പരശുരാമൻ ഇവിടെ അവതാരം എടുത്തു. ആരുടെ അവതാരിയാണ്? അവിടെ ആരുടെ അവതാരമാണ്? അവതാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനാണ്, ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ നാരായണന്റെ എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? മൗനം എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് എടുക്കുന്നു. ഇല്ല, മനസ്സിലായില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഇനി ക്വസ്റ്റ്യൻ ഒരു ലഘുഭാഗവതാമൃതത്തിലെ ഇതിലാണ്. ലഘുഭാഗവതാമൃതം എല്ലാവർക്കും പറ്റുമെങ്കിൽ വായിക്കാൻ നോക്കുക. അതിനകത്ത് ഈ അവതാരങ്ങളുടെ ഡെഫിനിഷനാണ് കുറെ പറയുന്നുണ്ട്. അതിനകത്തുള്ള 2 നല്ല ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ അതേപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയാം. സാധാരണ കൃഷ്ണൻ പല ഫോംസ് എടുക്കുന്നു. അപ്പൊ പ്രത്യേകിച്ച് ഗോപിമാരോട് വലിയ അടുത്ത് നിൽക്കുമ്പോഴും, അതേപോലെ തന്നെ ദ്വാരകയിലുള്ള പട്ടമഹർഷിമാരുടെ കൂടെ ഇരിക്കുമ്പോഴും, രുക്മിണി, സത്യഭാമ അവരുടെ കൂടെ നിൽക്കുമ്പോഴും പല ഫോംസ് എടുക്കും. അത് തദേകാത്മ രൂപമാണോ, അംശി രൂപമാണോ, സ്വയം രൂപമാണോ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്താ പറയുന്നത്? രൂപഗോസ്വാമി പറയുന്നത് ഈ ഫോംസിനെ അതിനെയാണ് പ്രകാശ ഫോം എന്ന് പറയുന്നത്. കാരണം ഈ പ്രകാശ രൂപത്തെ വിലാസ രൂപത്തിലോ സ്വാംശ രൂപത്തിലോ ഗണിച്ചിട്ടില്ല, ഗണിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പവർ എല്ലാ രൂപത്തിലും
ഒന്നാണ്. രൂപഭേദം ഉണ്ടാവാം, എന്നാൽ ഒരേ പവറാണ്. ആ ഫോംസ് ഒറിജിനലായിട്ടുള്ള സ്വയം കൃഷ്ണനിൽ നിന്നും ഭേദമാണെന്ന് വിചാരിക്കും, നമുക്ക് തോന്നും. പക്ഷേ സാക്ഷാത് കൃഷ്ണൻ തന്നെയാണ്. ഇതാണ് ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ടെക്നിക്കലി പറയുമ്പോൾ പ്രകാശ രൂപം എന്ന് ഡിഫൈൻ ചെയ്യാം. പക്ഷെ അങ്ങനെ ഡിഫൈൻ ചെയ്യാറില്ല എന്നുകൂടെ ഞാൻ പറയും. ഇത് ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം? അതായത് പട്ടമഹർഷിമാരുടെ കൂടെ എന്നാലും രാസലീലയിലുള്ള ഫോംസും അതെല്ലാം ഭഗവാന്റെ പ്രകാശ രൂപങ്ങളാണ്. അത് വിലാസവും അല്ല, സ്വാംശവും അല്ല. ഹരേ കൃഷ്ണ. എല്ലാം ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. പ്രഭു ഇത് പറഞ്ഞു തരുന്നത് വളരെ ഉപകാരം. എന്റത് ഞാൻ പറയാണ്. കാരണം ഞാൻ ഇത് ചൈതന്യ ചരിതാമൃതത്തിന്റെ ഇതില് പറയുന്നു, മഹാപ്രഭു സനാതന ഗോസ്വാമിയെ ഉപദേശിക്കുന്നു. ആ ഭാഗം വായിച്ചിട്ട് എന്റെ ബുദ്ധിക്ക് അതീതമാണ്, അതായത് എന്റെ ബുദ്ധിക്ക് അപ്പുറമാണ്. അത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിന്റെ ഇതിൽ അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഭൗതിക ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന അവതാരങ്ങളും ഗുണാവതാരങ്ങളും, അങ്ങനെ കുറെ അവതാരങ്ങൾ പറയുന്നുണ്ട് പ്രഭു. അതായത് ശക്തി ആവേശ അവതാരങ്ങൾ ഒന്നും വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകില്ല. പിന്നെ പ്രഭു ഇത് പറഞ്ഞു തരുന്നത് എന്റേത് ഞാൻ പറയണം, വളരെ ഉപകാരം. ഈ അവതാരങ്ങളുടെ ഇത് വായിച്ചാൽ തന്നെ ഒന്നും മനസ്സിലായില്ല എനിക്ക്. പിന്നെ ഭഗവാൻ പറയുന്ന പോലെ എന്റെ വിഭൂതിയുടെ ഒരു അംശമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്, മറ്റെന്തെല്ലാം അറിഞ്ഞിട്ട് നിനക്ക് എന്ത് വേണം എന്ന് ഭഗവാൻ ചോദിക്കുന്നത്. അത് വിചാരിച്ച് സമാധാനിക്കുകയാണ്. അതുകൊണ്ട് പ്രഭു ഇത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് വലിയ ഉപകാരമായി തോന്നുന്നു. ഞാൻ വായിച്ചിട്ട് പല ഭാഗങ്ങളും വെച്ചിട്ടിരിക്കും, ആരെങ്കിലും വരുമ്പോൾ ചോദിക്കാമെന്നും പറഞ്ഞു. പക്ഷെ ആരെയും കിട്ടുന്നില്ല. ഇപ്പൊ ഇത് ചോദിക്കാൻ നിന്നാലും ഇന്ന് തീരൂല. അത്രയും കാര്യങ്ങളായി സനാതന ഗോസ്വാമിക്ക് ഉപദേശിക്കുന്നത് ചൈതന്യ മഹാപ്രഭു ആ ഭാഗം. മനസ്സിലായോ പ്രഭു? പിന്നെ പ്രഭു അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചത്, ഈ വിലാസാവതാരവും ഇതും തമ്മിലുള്ള ഈ കരങ്ങളിൽ വരുന്ന ബാഹുക്കളിൽ വരുന്ന ആഭരണങ്ങൾ വായിക്കുന്ന അനുസരിച്ച് ഒരുപാട് പേരുകൾ വരുന്നുണ്ട്. ആ പേര് തന്നെ നമുക്ക് ബൈഹാർട്ടാക്കാൻ ഒക്കില്ല. പിന്നെ പ്രഭു ഇത്രയും പറഞ്ഞിരുന്നത് വളരെ ഉപകാരമെന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് എനിക്ക് സംശയം ചോദിക്കാൻ അറിഞ്ഞുകൂടാന്നുള്ള സംശയമേ ഉള്ളൂ. ഹരിബോൽ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഇത്രയും പറഞ്ഞത് പ്രഭു ആരും ചോദിക്കുന്നുണ്ട്. അല്ല, മതജിന്റെ സംശയം കുറച്ചെങ്കിലും എനിക്ക് മാറ്റാൻ പറ്റും എന്ന് ഉറപ്പുണ്ട് ഇത് കഴിയുന്നു. കാരണം അത് ഡെഫിനേഷൻസ്, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ആ PPT സ്പ്ലിറ്റ് PPT-യിലോട്ട് പോവാതെ ഫസ്റ്റ് ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. അപ്പൊ കുറച്ചെങ്കിലും ക്ലാരിഫിക്കേഷൻ, ബേസിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുമ്പോൾ എളുപ്പമാവും. അതായത് ഞാനിപ്പോ എന്റെ ബേസിക് എന്ന് വെച്ചാൽ ഞാൻ പറയും, ഭഗവാന്റെ വിഭൂതികളെ എനിക്ക് എണ്ണി പറക്കാനോ മനസ്സിലാക്കാനോ ബുദ്ധിയില്ല. അതുകൊണ്ട് ഭഗവാൻ എന്തൊക്കെയാണ് മഹാപ്രതിഭാസമാണ്, ഭഗവാൻ അഖിലാണ്ട ബ്രഹ്മാണ്ട കോടി നായകനാണ്, അതിലോട്ട് നമ്മൾ എന്തിനു പോകണമെന്ന് വിചാരിച്ച് ഞാൻ സമാധാനിക്കുന്നു. ഇപ്പൊ ഇതിലുള്ള ബുദ്ധിയുള്ളവർ, ചെറുപ്പക്കാരായിട്ടുള്ളവർ പഠിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്രഭു ഇത് പറഞ്ഞു തരുമ്പോ കുറച്ച് മനസ്സിലാവുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരിബോൾ. അങ്ങനെ ഒരിക്കലില്ല. ഇത് ചൈതന്യ മഹാപ്രഭു തന്നേക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനാണ്. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ നമുക്ക് നമുക്ക് പഠിച്ചിട്ട് നമുക്ക് അറിയാമെങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ പ്രഭു എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ. പ്രഭു ബുദ്ധി ഇല്ലാതെ ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരിക്കലും നമ്മളെ എത്ര പ്രായമുള്ളായാലും എത്ര വയസ്സായാലും എത്ര മന്ദബുദ്ധിയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ഭഗവാന്റെ കാൽക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രായത്തിലും ബുദ്ധിക്കും ഓക്കെയാണ് പ്രഭു. ഞാൻ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എനിക്കൊന്നും അറിഞ്ഞുകൂടാത്ത, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഞാൻ ഭഗവാന്റെ ഇത് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഇതിനേക്കാൾ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാണ്. പ്രഭു ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കൃഷ്ണ, ഇനി ഇതൊക്കെ കാലം കഴിഞ്ഞ് പോയില്ലോ എന്ന് വിചാരിച്ചു പോകും. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഭട്ടമഹർഷിമാരായിട്ടും രാസലീലയിലും അവിടെ ഭഗവാൻ വരുമ്പോഴേ അത് ഒറിജിനൽ ഫോം അല്ലേ? അല്ലേ? അതിനെ ഒറിജിനൽ ഫോമുമായിട്ട് വ്യത്യാസം ഉണ്ടാവും. ചില ഉദാഹരണത്തിന് പട്ടമഹർഷിമാരുടെ കല്യാണം കഴിച്ചപ്പം അവരവരുടെ പട്ടിമഹർഷിമാരുമായിട്ട് പൊക്കമുള്ള ആൾക്ക് പൊക്കമായിട്ടും പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് കുരുടിയായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഭഗവാൻ അവരുടെ ഹൈറ്റ് അനുസരിച്ചാണ് ഉള്ള ഫോംസ് ആണ് എടുത്തത്. അപ്പൊ ഫോംസിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയാം, ഇല്ലെന്നും പറയാം. അതാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഫോംസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പൊട്ടൻസിയിൽ ഒരു വ്യത്യാസവും ഇല്ല, അഭിന്നത്വമാണ്.
കൃഷ്ണൻ സാക്ഷാ കൃഷ്ണൻ. അതായത് ഇപ്പൊ രുക്മിണിയുടെ കൂടെ നാരദൻ പോയി എല്ലാ പട്ടിമഷികളുടെയും ഒരു ടൂർ നടത്തിയല്ലോ. അപ്പം രുക്മിണിയുടെ കൂടെ നടന്ന കൃഷ്ണൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യഭാമയുടെ കൂടെ നിൽക്കുന്ന കൃഷ്ണൻ ചിലപ്പം കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രുക്മിണിയുടെ അവിടെ ഉറങ്ങുമായിരുന്നു, രുക്മിണി മസാജ് ചെയ്യുമായിരുന്നു. വേറൊരു കാളന്തിയിലൂടെ പോയപ്പോഴത്തേക്ക് അവിടെ വേറെ എന്തോ ചിലപ്പം കാളന്തിയായിട്ട് ചെസ് കളിക്കുക, അല്ലെങ്കിൽ മറ്റേത് എന്തുവാ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരെല്ലാം ചെയ്യുന്ന വ്യത്യാസമായിരിക്കാം. രൂപം സെയിം ആവാണെങ്കിലും ആവാതിരിക്കാം, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വ്യത്യാസമാകാം. എല്ലാം കണ്ടാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ആ കൃഷ്ണൻ തന്നെയാണോ ഈ കൃഷ്ണൻ എന്ന് വിചാരിക്കാം. എന്നാലും പൊട്ടൻസി എല്ലാത്തിനും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ഇവിടെ രുക്മിണിയുടെ അടുത്തിരിക്കുന്ന കൃഷ്ണനും കളന്തിയുടെ അടുത്ത കൃഷ്ണനും ഒരു പൊട്ടൻസിയിലും ഒരു ഭിന്നതയും ഇല്ല. ഫീച്ചേഴ്സിൽ ഒരു ഭിന്നതയില്ല. ഫോമിൽ ചിലപ്പം ഭിന്നത കാണാം, ചിലപ്പം ഭിന്നത കാണത്തില്ല. ഇതെല്ലാം പ്രകാശരൂപം എന്ന് പറയും. ഇപ്പം ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണമാണ് ഇവിടെ പട്ടമേശി എന്ന് പറഞ്ഞ പോലെ മറ്റേ ഗോപിമാരുടെ കൂടെ വരുന്നത്, അതും പ്രകാശ വിഗ്രഹമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. പക്ഷെ എനിക്ക് ഡൗട്ട് അതല്ല. അപ്പൊ പ്രകാശ രൂപത്തിൽ വരുമ്പോഴേ, ദ്വാരകയിൽ വരുമ്പോഴേ, അപ്പൊ കൃഷ്ണനും റാണിമാരുടെ വ്യത്യാസം അനുസരിച്ച് കൃഷ്ണനും മാറ്റം വരുത്തുന്നുണ്ടോ? വ്യത്യാസം വരുത്തുന്നുണ്ടോ? കൃഷ്ണന്റെ രൂപമോ കൃഷ്ണന്റെ ഫീച്ചേഴ്സോ വ്യത്യാസം വരുത്തുന്നുണ്ടോ? കൃഷ്ണന്റെ ഫീച്ചേഴ്സിൽ വ്യത്യാസം വരുത്തിയാലല്ലേ ആ ഒരു റിലേഷൻഷിപ്പില് മാധുര്യം കൂടും. ഓക്കെ ഓക്കെ, ശരി ശരി, അപ്പൊ മനസ്സിലായി. ഓക്കെ. പിന്നെ അത് മാത്രമല്ല ഹരേ കൃഷ്ണ. ഒരു സംശയം, ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണല്ലോ. പിന്നെ എന്തുകൊണ്ട് ഭക്തിയുടെ മൂർധന്യാവസ്ഥ, അതായത് സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുക അബോധാവസ്ഥയിലൊക്കെ ആവുന്നത് എന്തുകൊണ്ട്? കൃഷ്ണൻ സാക്ഷാൽ കൃഷ്ണനായിട്ടാണ് ജനിച്ചത്. ഇവിടെ യശോദയുടെ മടിയിൽ നിൽക്കുമ്പോൾ, ഒരു കൊച്ചായിട്ട് ഇരിക്കുമ്പം കൃഷ്ണൻ സാക്ഷാൽ കൃഷ്ണൻ തന്നെയല്ലേ? അതെ അതെ. അങ്ങനെയുള്ള കൃഷ്ണൻ യശോദമായ ഒരു വടി എടുത്തപ്പോഴത്തേക്ക്, ഒരു ചെറിയൊരു ചുള്ളിക്കമ്പ് എടുത്തപ്പോഴത്തേക്ക് പേടിച്ചു പറച്ചു. അപ്പൊ കൃഷ്ണൻ എന്തിനാ, സാക്ഷാൽ കൃഷ്ണനായിട്ടുള്ള കൃഷ്ണൻ എന്തിനാ പേടിച്ചു പറിക്കുന്നത്? അത് യശോദാമ്മയോടുള്ള ഒരു എന്തിനാ യശോദാമ്മക്ക് വാത്സല്യം കൂടാൻ വേണ്ടിയിട്ടുള്ള അതാണ്. ഭഗവാനാണെന്ന് യശോദാമ്മക്ക് അറിയാതിരിക്കാൻ വേണ്ടിയാണോ? ഭഗവാനാണെന്ന് അല്ലല്ല, അതറിയാതിരിക്കാനല്ല. യശോദമ്മക്ക് അതിനു മുമ്പ് തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ ഭഗവാനാണെന്നുള്ളത് കാണിച്ചു കൊടുത്തു. പക്ഷെ എപ്പോഴും അത് മറച്ചു വെക്കും. എന്തിനാണ് മറയ്ക്കുന്നത്? കാരണം ഒരു ജീവാത്മാവിന് ആകപ്പാടെ ഒരു കാര്യമേ ഉള്ളൂ സ്വന്തമായിട്ടുള്ളത്, അതായത് ഭഗവാനായിട്ടുള്ള ആ സേവ ചെയ്യുക എന്നുള്ളത്. അത് മാത്രം അത് ഭഗവാൻ ഒരിക്കലും എടുത്തു മാറ്റത്തുമില്ല. ഭഗവാൻ നമുക്ക് സ്വന്തമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്തുള്ള സേവ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ സേവ ഇവരെല്ലാം ചെയ്യുന്നത് രസത്തിലൂടെയാണ്, പലതരത്തിലുള്ള രസത്തിലൂടെയാണ്. ഇപ്പൊ ഭഗവാനെ ഒരു മാതൃഭാവത്തിലാണ് യശോദമ്മ ഇരിക്കുന്നത്. വാത്സല്യത്തിന്റെ ഭാവത്തിരിക്കുന്ന യശോദമ്മ, വാത്സല്യ ഭാവത്തിരിക്കുന്ന യശോദമ്മ എന്താ വിചാരിക്കുന്നത്? ഞാൻ ഈ കൃഷ്ണനെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ, നന്നാക്കിയില്ലെങ്കിൽ ആരും നന്നാക്കത്തില്ല. ആ അത്രയും അടുത്തുള്ള ആ വാത്സല്യഭാവം കാണിക്കുമ്പം, അതിനിടയിൽ ഞാൻ ഭഗവാനാണെന്നുള്ള അറിവ് കൃഷ്ണൻ ഉണ്ടെങ്കിൽ, യശോദമ്മയ്ക്ക് ഉണ്ടെങ്കിൽ, ആ വാത്സല്യ ഭാവം അവിടെ വെച്ച് മുറിയും. ആ ഭാവത്തെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഇതുപോലെ ചെയ്യുന്നത്. എന്തിനായാലും ഏത് ലീല എടുത്തു നോക്കൂ, കൃഷ്ണൻ ആ ഭാവത്തിൽ ഏത് ലീല എടുക്കുന്നുണ്ടോ, ഏത് ഭാവത്തിലാണോ വരേണ്ടത്, അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ കൃഷ്ണൻ കാണിക്കും. അത് തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് കൃഷ്ണൻ വന്നപ്പം ഏത് ഭാവത്തിലും വന്ന ഒരു ഭക്തന്റെ ഭാവത്തിൽ വന്നു. ഭക്തന്റെ ഭാവത്തിൽ വരുമ്പോൾ പിന്നെ ഞാൻ മാസ്റ്ററാണ്, ഞാൻ ഭഗവാനാണെന്ന് ഭവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഭക്തന്റെ ഭാവത്തിൽ അതിന്റെ മൂർധന്യാവസ്ഥയിലുള്ള എല്ലാ ഭാവവും കാണിച്ചു. എന്നിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്, നീ ഒരു ഭക്തനാവുകയാണെങ്കിൽ നിനക്കും ഇത് പോസിബിൾ ആണെന്ന് ചൈതന്യ മഹാപ്രഭു കാണിച്ചു തരികയാണ്. കാരണം കൃഷ്ണൻ ആയിട്ട് വന്നിട്ട് ഭഗവത്ഗീത കൊടുത്തപ്പോൾ നമ്മൾ അതിനെ കൃഷ്ണൻ ഭഗവാനാണ്, ഭഗവാൻ എന്തും പറയാം, ഭഗവാൻ അങ്ങനെ പലതും പറയാം. ഭഗവാന് എന്താ പറയണേ, എന്നെ പോലെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ മക്കള് എന്നെ ഉപദ്രവിക്കുന്നു, അതുപോലെ ഭഗവാനെ ഉപദ്രവിക്കുന്നില്ല. നിസ്സംഗത്വത്തോടെ എന്നെ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ
പുച്ഛിച്ച് താഴ്ത്തി സംസാരിക്കുകയോ ചെയ്യുമ്പം ആ മുറിവേക്കുന്ന ഹൃദയം ഉണ്ടല്ലോ, അത് ഭഗവാനില്ല. ഭഗവാൻ എല്ലാം സർവസംഘ പരിത്യാഗിയാണ്. അതല്ല ഞാൻ. അപ്പൊ ഭഗവാൻ ഇതൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഭഗവത്ഗീത ഈസി ആയിട്ട് പറയാം. പക്ഷേ അങ്ങനെ നമ്മൾ പറഞ്ഞു പുച്ഛിച്ചു കൃഷ്ണനെ. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ ഭക്തനായിട്ട് തന്നെ വന്നു. ഭക്തനായിട്ട് വരുമ്പം അവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനെ പുച്ഛിക്കുന്ന ആൾക്കാർ. അപ്പോഴും ഭഗവാൻ എന്താ പറയുന്ന, ഈ പുച്ഛിക്കുന്ന ആൾക്കാരെ കൊണ്ട് എങ്ങനെ എന്നെ സറണ്ടർ ചെയ്യിപ്പിക്കാം? ഞാൻ സന്യാസിയായേ പറ്റും, അതുകൊണ്ട് ഞാൻ സന്യാസിയാവാം. അങ്ങനെ ഭഗവാൻ എന്താണോ ഏത് ഭാവത്തിലാണോ വരുന്നത് ആ ഭാവത്തിന്റെ മൂർത്തിമത് ഭാവത്തിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ വിറയലും ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നതും തുള്ളിച്ചാടലും ഇതെല്ലാം നടക്കുന്നത്. കാരണം അവിടെ ഹരേ കൃഷ്ണ മനസ്സിലായി പ്രഭു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരാണ് സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണൻ? കൃഷ്ണന് എത്ര രൂപമുണ്ട്? കൃഷ്ണന് എത്ര ഹാൻഡ്സ് ഉണ്ട്? 2 ഹാൻഡ് ഉണ്ടോ, 4 ഹാൻഡ് ഉണ്ടോ? ഇപ്പൊ ശ്രീ സമ്പ്രദായത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ക്ലാസ്സിൽ കേൾക്കുകയാണെങ്കിൽ അവർ പറയും കൃഷ്ണന് 4 ഹാൻഡ്സ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് 2 ഹാൻഡ് കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് 2 ഹാൻഡ് കാണിക്കത്തില്ല. ഉദാഹരണത്തിന് അവർ പറയും ജനിച്ച സമയത്ത് 4 ഹാൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പൗണ്ഡ്രകൻ്റെ എക്സാമ്പിൾ അവർ പറയും. പൗണ്ഡ്രകൻ എന്താ പറയണേ? ഭാഗവത്തിൽ നമുക്കറിയാം, എക്സ്ട്രാ 2 ഹാൻഡ് ഫിറ്റ് ചെയ്ത് വെച്ചു, യന്ത്ര ഹാൻഡ് ഫിറ്റ് ചെയ്ത് വെച്ചു അല്ലേ? എന്നിട്ട് അതെന്തിനാ വെച്ചേക്കുന്നത്? അപ്പം വാസുദേവന്, ദ്വാരക വസിക്കുന്ന വാസുദേവന് 4 കൈകളുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ പറയും. പക്ഷേ ഭാഗവതത്തിൽ നമ്മുടെ സമ്പ്രദായത്തിൽ ചൈതന്യ മഹാപ്രഭു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 2 ഹാൻഡാണ് കൃഷ്ണൻ എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ചില സമയത്ത് രുക്മിണി കളിയാക്കുന്ന സമയത്ത് ചില സമയത്ത് കൃഷ്ണൻ 4 കൈകളോടെ നിൽക്കും. ഇപ്പം ഉദാഹരണത്തിന് രുക്മിണിയെ കളിയാക്കി രുക്മിണി ബോധം കെട്ട് വീഴുമ്പോൾ ഭാഗവതത്തിൽ പറയണത് തന്നെ 4 കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തെന്നാണ് പറയണത്. അപ്പൊ അവിടെ കൃഷ്ണനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ദ്വാരകയിലുള്ള ഫോമിനെ വിലാസരൂപമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? കാരണം അത് ഒറിജിനൽ ഫോമിൽ നിന്ന് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം അതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം ശരിക്കുള്ള ആൻസർ രൂപഗോസ്വാമി പറയുന്നത് ഇല്ല. തീർച്ചയായിട്ടും ആ കൃഷ്ണൻ അവിടെ രുക്മിണിയായിട്ടുള്ള കളിയാക്കി എന്നെ കല്യാണം കഴിച്ച എന്തിനാ, നിനക്ക് വേറെ ആരെങ്കിലും ആ ശിശുപാലിനെ കല്യാണം കഴിക്കുന്നില്ലായിരുന്നോ നല്ലത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പം രുക്മിണി ബോധം കെട്ടോ, അയ്യോ ഞാൻ എന്തോ അപരാധം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീഴുമ്പം 4 കൈ കൊണ്ട് പിടിക്കുന്നു. ആ കൃഷ്ണനും നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന 2 കൈകളുള്ള കൃഷ്ണനുമായിട്ട് യാതൊരു ഭിന്നതവും ഇല്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ചില സമയത്ത് ഭഗവാൻ എക്സ്ട്രാ 2 കൈ കാണിക്കും. ആ കൈ കാണിക്കുന്നത് ഭഗവാനെ ആക്ച്വലി ശരിക്കുള്ള സ്വയം ഭഗവാനുമായിട്ട് യാതൊരു ഭിന്നതയും ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞ പ്രകാശരൂപം എന്ന് പറയുന്നത്. പിന്നെ വിഷ്ണു പുരാണത്തില് 4:11-2 കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. വേഴ്സസ് വായിക്കുന്നില്ല. സാക്ഷാൽ ഭഗവാൻ ഹ്യൂമൻ ഫോമിൽ അവതരിച്ചു. ആ പുള്ളിക്കാരൻ്റെ പേരാണ് കൃഷ്ണ എന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. ഇതിലെ ഇടയ്ക്കിടയ്ക്ക് ആ ഭഗവാൻ 2 കൈ കൂടി കാണിക്കും. ചിലപ്പോൾ അത് ഹ്യൂമറിലായിരിക്കും, ഹ്യൂമർ എന്ന് വെച്ചാൽ കളിയാക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലീലകളുടെ ഭാഗത്തായിട്ട് കാണിക്കുന്നതായിരിക്കും. ഭാഗവതത്തിലും പറയുന്നു കൃഷ്ണൻ ചതുർബാഹുവായിട്ട് വന്നിട്ട് ഹി ബിക്കേം എ റെഗുലർ ബോയ് എന്നാണ് പറയുന്നത്. അതായത് ആ 4 കൈ കളഞ്ഞ് 2 കൈ ആവുന്നു. ഭഗവാൻ അതിന്റെ യശോദമ്മയുടെ ദേവി മാതായുടെ പ്രേയേഴ്സ് ഉണ്ട്. കംസനിൽ നിന്നും ഭയന്ന് ആ 2 കൈ മാറ്റി വെറും സാധാരണ കൈയാക്കി സാധാരണ ശിശുവായിട്ട് ജനിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ഗോപലതാപിനി ഉപനിഷത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കൈയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വെച്ച് രൂപഗോസ്വാമി സമർത്ഥിക്കുകയാണ് കൃഷ്ണൻ, സാക്ഷാൽ കൃഷ്ണൻ, സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണൻ 2 കൈയാണെന്നുള്ളത്. പ്രഭുവിന്റെ ഫോൺ അവിടെയാണ്. ഓക്കെ, അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം 2 കൈയും ദ്വിജഭാവും അതുപോലെ ചതുർബാഹുവും നമുക്കറിയാം. ചില സമയത്ത് കൃഷ്ണൻ 8 കൈകൾ കാണിക്കുന്നുണ്ട്, ചില സമയത്ത് 10 കൈകൾ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഭാഗവതത്തിൽ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പൊ ഇതിലെല്ലാം ഇപ്പൊ നമുക്ക് വിചാരിക്കും കൈകളുടെ എണ്ണം അനുസരിച്ച് അതിന്റെ പൊട്ടൻസി കൂടും. പക്ഷെ അങ്ങനെ അല്ല. ശരിക്കുള്ളത് 2 കൈ തന്നെയാണ്. അതിനെ ഇവിടെ ഒരു ശ്ലോകം കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് 8 കൈ ഉള്ള ഭഗവാന് ബൾക്കിയാണെന്നും 4 കൈയുള്ളതിനെ സട്ടിലായിട്ടും
എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ, നന്ദനന്ദനായിട്ടുള്ള കൃഷ്ണൻ 2 കൈയുള്ളയാളാണ്. ഇതിലെല്ലാം ഭേദം കാണാതെ ഇതെല്ലാം തന്നെ വർഷിപ്പ് ചെയ്യുന്നത്. 2 കൈ ആണെങ്കിലും 4 കൈ ആണെങ്കിലും 8 കൈ ആണെങ്കിലും 10 ആണെങ്കിലും 12 ആണെങ്കിലും അതാണെങ്കിലും നമ്മൾ ഭഗവാനെ കൃഷ്ണനായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ക്ലിയർ ആണല്ലോ? ഹരേ കൃഷ്ണ. മൗനം സമ്മതം എന്ന് പറയുന്ന രീതിയിൽ പോന്നു. ഓക്കെ, ഞാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ ഡിഫൈനിലിട്ട് പോവാം. ഇതാണ് ഞാൻ ഇനിയുള്ള നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കും. ഇത് സാക്ഷാൽ സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണൻ, ലീല പുരുഷോത്തമനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഭുജത്തിലാണ് ഇരിക്കുന്നത്. ഭഗവാനെ സ്വയം രൂപ എന്ന് പറയും. സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണൻ നമുക്ക് 2 കൈയിലുള്ള ഒരു ആട്ടിടയൻ പശുവിടയൻ എന്നായിട്ട് ഗോപാലനായിട്ടുള്ള ഭഗവാൻ. ഈ ഭഗവാന്റെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫിനിഷൻ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വയം പ്രകാശമാണ് ബൽറാമൻ. അപ്പൊ ആർക്കെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്യാമോ ഈ സ്വയം പ്രകാശത്തെ? എന്തുകൊണ്ട് സ്വയം രൂപനായിട്ടുള്ള കൃഷ്ണന്റെ സ്വയം പ്രകാശമാണ് ബൽറാമൻ? ഇതിൽ നിന്ന് മനസ്സിലാവും നമുക്ക് ക്ലാസ് മനസ്സിലായോ ഇല്ലയോ എന്ന്. സെയിം ഫോമും സെയിം ഫീച്ചേഴ്സും. സെയിം ഫോം ഉണ്ടോ? കൃഷ്ണനും ബൽറാമനും ഫോം സെയിം ആണോ? അല്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? കളർ വ്യത്യാസമുണ്ട്. കളർ വ്യത്യാസമുണ്ട്. അപ്പൊ ഫോം വ്യത്യാസമുണ്ട്, പക്ഷേ ഫീച്ചേഴ്സും പൊട്ടൻഷ്യലും യാതൊരു വ്യത്യാസവും ഇല്ല അല്ലേ? അതാണ് ഡെഫിനിഷൻ. പ്രകാശത്തിന്റെ രൂപത്തിന്റെ ഡെഫിനിഷൻ അതാണ്. ഓർമ്മയുണ്ടോ? 2 കൈയായാലും 4 കൈയായാലും കൃഷ്ണൻ കൃഷ്ണൻ തന്നെയാണ്. അതാണ് പ്രകാശം എന്ന് പറയുന്നത്. അതായത് ഫോം വ്യത്യാസമുണ്ട്, ഫീച്ചേഴ്സും പൊട്ടൻസിയും സെയിം ആണ്. അതുകൊണ്ട് സ്വയം രൂപത്തിന്റെ സ്വയം പ്രകാശമാണ്, സ്വയമായിട്ടുള്ളത് തന്നെ സ്വയം രൂപം എന്നതിന്റെ സ്വയം പ്രകാശമാകുന്നു ബൽറാമൻ. ഒരു വ്യത്യാസവും ഇല്ല എക്സെപ്റ്റ് കളർ. മനസ്സിലാവുന്നോ? മനസ്സിലായി. എല്ലാവർക്കും? ഇനി രാധാറാണിയെ കുറിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ. രാധാറാണിയും കൃഷ്ണനായിട്ട് എന്താ വ്യത്യാസം? ഹരേ കൃഷ്ണ. എല്ലാരും ഉറങ്ങിയോ? ഹരേ കൃഷ്ണ പ്രഭു. കളറിലെ വ്യത്യാസം ഉണ്ടല്ലോ. ഫീച്ചേഴ്സിലും ഫോമിലും വ്യത്യാസമുണ്ട്. ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? ആണും പെണ്ണും. പക്ഷെ പൊട്ടൻസിയിലോ ഗുണത്തിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. അതാണ് കൃഷ്ണനും രാധാറാണിയും ഒരാൾ തന്നെയാണ്. ആണും പെണ്ണും, വെളുപ്പ് കറുപ്പ്, ഈ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ വെളുപ്പ് ഗോൾഡൻ, കറുപ്പ് ഗോൾഡൻ, ഇങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഭഗവാനും രാധാറാണിയും പ്രകാശ രൂപമാണ്. എങ്ങനെയാണോ ബൽറാമും കൃഷ്ണനും പ്രകാശ രൂപമാവുന്നത് അതേപോലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ അതിന്റെ അർത്ഥം ഇവര് 3 ആളും ഒന്ന് തന്നെയെന്നാണ്. ഇതിന് മുമ്പ് ഹരേ കൃഷ്ണ. അതായത് കേട്ടില്ല, എന്താ പറഞ്ഞേ? അതായത് അപ്പൊ രാധാറാണിയും ബലരാമനും ഭഗവാനും ഒന്ന് തന്നെയെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഭഗവാനും ബലരാമനും വെളുപ്പും കറുപ്പും എന്നുള്ള വ്യത്യാസം. ഭഗവാനും രാധാറാണിയും വെളുപ്പും കറുപ്പും, പെണ്ണിന്റെ രൂപം, അത് ആ ഒരു വ്യത്യാസം, അത്രേ ഉള്ളൂ. ഒരേ ആള് തന്നെ, ഒന്ന് തന്നെ. അതായത് ഭഗവാനിന്റെ പ്രകാശ രൂപത്തിൽ 3 ആളെന്ന് അർത്ഥം. തന്നെ. അങ്ങനെ 3ാമത്തെ ആളായിട്ടാണ് ചൈതന്യ മഹാപ്രഭു വരുന്നത്. കാരണം ഒരു വ്യത്യാസവും ഇല്ല. ഈ 3 പേരില് നമ്മള് ഭിന്നം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് വ്യത്യാസം. അതായത് രാധാറാണി ഭഗവാനെ ഒന്നുകിൽ മാണ് പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാം. അതെ. ബലരാമന് കളറിൽ വ്യത്യാസം, ഗുണമെല്ലാം ഒന്ന് തന്നെ അല്ലേ? ഒരേ ആള് തന്നെയാണ്. ചൈതന്യ മഹാപ്രഭുവിലും കളർ വ്യത്യാസമുണ്ട്. അതെ, ഗോൾഡൻ ആണ്. കൃഷ്ണനാണ്, അത്രേ ഉള്ളൂ. അതെ, അതാണ് പ്രകാശരൂപം. പ്രകാശരൂപം. ഇനി ഹരേ കൃഷ്ണ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് പ്രകാശരൂപത്തിൽ ഭേദം ഉണ്ടെങ്കിലും
രൂപത്തിൽ ഭേദം ഉണ്ടെങ്കിലും ഒരേ ഗുണമുള്ളത്. ഓക്കെ, ഇനി കുറച്ചുകൂടി കോംപ്ലിക്കേഷനിലോട്ട് പോകാം. അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാവർക്കും മനസ്സിലായെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, ഭഗവാനെ ഇനി നമുക്ക് സ്വയം രൂപനായിട്ടുള്ള ഭഗവാൻ ഒരേ ഫീച്ചറിൽ വരുമ്പം, ഓക്കെ, ഒരേ ഫീച്ചറിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഒരേ ഫീച്ചറിൽ ഇരിക്കുമ്പം പ്രാഭവ പ്രകാശം എന്ന് പറയും. ഡിഫറെന്റ് ഇമോഷണൽ ഫീച്ചറിൽ വരുമ്പം വൈഭവ പ്രകാശം എന്ന് പറയും. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രൂപം അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞു സ്വയം പ്രകാശം എന്ന് പറഞ്ഞു, കൃഷ്ണനും ബലരാമനെയും ഡിഫൈൻ ചെയ്തു. വൈഭവ പ്രകാശം എന്ന് പറയുമ്പം ഇമോഷണലി വ്യത്യാസമായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതായത് ബലരാമൻ എക്സാമ്പിൾ ആണ് അല്ലേ, ഡിഫറെൻ്റ് ആണല്ലോ, ഇമോഷണലി ഡിഫറെൻ്റ് ആണ്. നമുക്കറിയാം മഹാഭാരതത്തിലുള്ള ഇമോഷണൽ ഡിഫറൻസ് അല്ലേ, രണ്ടുപേരുടെയും. ബലരാമൻ എപ്പോഴും ദേഷ്യമാണ് അല്ലേ, അപ്പൊ അതാണ് ഇമോഷണലി ഡിഫറെൻ്റ് ആണ്. കറുപ്പ് ഭേദം, രൂപം ഭേദമാണ്. ഇനി ഭഗവാന് എൻ്റെ അവതാര സമയത്ത് 4 കൈയുള്ള ആയിട്ട് വന്നു, ചതുർബാഹുവായിട്ട് വന്നു, അതും വൈഭവ പ്രകാശമാണ്. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞ പോലെ രാസലീലയിൽ വന്നപ്പം, രാസലീലയിലെ 16,108 റാണിമാരുടെ കൂടെ നിൽക്കുമ്പം അതൊക്കെ പ്രകാശ ഫീച്ചറാണെന്ന് പറഞ്ഞു. അതിന് ശരിക്കും ക്വാളിഫിക്കേഷൻ, അതായത് ഒരു ഇമോഷണൽ വ്യത്യാസവും ഇല്ലാതെ വരുമ്പോഴാണ് അതിന് പ്രാഭവ പ്രകാശം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാഭവ പ്രകാശം, വൈഭവ പ്രകാശം. ഇത് ക്ലിയർ ആണോ? ഇത് അടുത്ത ലെവലാണ്. അതാണ് ഞാൻ ചോദിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ലെവല് ബേസ്മെന്റ് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചതിന് ശേഷമേ അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റൂ. കൺഫ്യൂഷൻ ആയോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹരേ കൃഷ്ണ. കേട്ടില്ല മതി? മനസ്സിലായി പ്രഭു. മനസ്സിലായി. ഓക്കെ, നല്ല കാര്യം. ശരി, സമയമുണ്ടോ? അടുത്തത് എടുക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ, ഇത് കുറച്ച് എക്സ്പ്ലനേഷൻ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ദി ഫോം ദാറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ എനി അതർ ഈസ് കോൾഡ് സ്വയം രൂപ. അതായത് ഒരു രൂപത്തിനെയും ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് സ്വയം രൂപം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വേറൊരു സ്ലൈഡിൽ ഇതേ കാര്യം തന്നെ കുറച്ചുകൂടി ക്ലാസിഫിക്കേഷനിൽ പറയുമ്പോൾ ഇവിടെ സ്വയം രൂപത്തെ നമ്മൾ സ്വയം രൂപ ഭഗവാൻ എന്നും സ്വയം പ്രകാശം എന്നും പറയും. സ്വയം പ്രകാശത്തില് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ബലരാമൻ പറഞ്ഞു. സ്വയം രൂപത്തെ പിന്നെയും പ്രാഭവ പ്രകാശം, വൈഭവ പ്രകാശം എന്ന് പറഞ്ഞു. പ്രാഭവ പ്രകാശത്തിൽ സെയിം ഇമോഷൻസ് ആണ്, വൈഭവ പ്രകാശത്തിൽ ഡിഫറെന്റ് ഇമോഷൻസ് ആണ്. നമ്മൾ ബലരാമം ചതുർബാഹുവായിട്ടുള്ള വാസുദേവനെയും പറഞ്ഞു. പ്രാഭവ പ്രകാശത്തിൽ നമ്മൾ പറഞ്ഞു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പ്രശ്നമാണോ? ഇല്ല. ഓക്കെ, പ്രാഭവ പ്രകാശത്തില് റാണിമാരുടെയും ഗോപിമാരുടെയും എക്സ്പെൻഷൻസ് പറഞ്ഞു. ഇനി അടുത്തത് തദേകാത്മ രൂപം നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. വിലാസവും ഉണ്ട്, സ്വാംശവും ഉണ്ട്. ഇപ്പൊ വിലാസവും സ്വാംശവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറഞ്ഞത്? ഫീച്ചേഴ്സിൽ വ്യത്യാസമുണ്ട്, ഫോമിൽ വ്യത്യാസമുണ്ട്, അത് വിലാസം എന്ന് പറയും. ഇതില് നമ്മൾ സ്വാംശം എന്ന് പറയുമ്പം പൊട്ടൻസിയിൽ കുറച്ച് കുറയും. അതാണ് നമ്മൾ സ്വാംശത്തിന്റെ എക്സാമ്പിൾസ് പറയുന്നതാണ്. പുരുഷ അവതാരങ്ങളല്ല, ലീലാവതാരങ്ങൾ, മന്വാന്ത അവതാരങ്ങൾ, യുഗാവതാരങ്ങൾ, ഇവരെല്ലാം തന്നെ സ്വ അംശങ്ങളാണ്. ഭഗവാനിൽ നിന്നും ഭിന്നമല്ല, എന്നാൽ ഭഗവാനിൽ നിന്നും പൊട്ടൻസി കുറച്ചേ കാണിക്കുന്നുള്ളൂ. കലകള് സ്വാംശത്തിന്റെ അംശമാണ് കല എന്ന് പറയുന്നത്. അപ്പൊ കലകള് എത്രയുണ്ടോ അതനുസരിച്ചാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്, ഈ അവതാരങ്ങളിൽ. അത് നമുക്ക് ഇനി വീണ്ടും നമുക്ക് ഡിഫൈൻ ചെയ്യാം അതിലോട്ട് വരുമ്പോൾ. ഇനി വിലാസത്തിലും ഇതേപോലെ തന്നെ ഒരേ ഇമോഷൻസ് ആണെങ്കിൽ അതിനെ പ്രാഭവ വിലാസം എന്നും, വ്യത്യാസമുള്ള ഇമോഷൻസ് ആണ് വരുന്നതെങ്കിൽ വൈഭവ വിലാസം എന്നും പറയും. ഉദാഹരണത്തിന് നേരത്തെ ഗോലോകത്തിന്റെ ചാർട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ തന്നെ ചതുർബാഹുവായിട്ട് ചതുർവ്യൂഹമായിട്ട് വരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയായിട്ട്? വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. പക്ഷെ അതിനെ നമ്മൾ കൃഷ്ണ ചതുർവ്യൂഹം എന്ന് പറയുന്നു എന്നും പറഞ്ഞു. അപ്പൊ കൃഷ്ണ ചതുർവ്യൂഹമാകുമ്പോൾ കൃഷ്ണന്റെ അതേ ഇമോഷൻസിലാണ് വരുന്നത്. അത് ഇമോഷണൽ ഡിഫറെന്റ് അല്ലാത്തതുകൊണ്ട് അതിനെയാണ് ഫസ്റ്റ് ക്വാഡ്രബിൾ എക്സ്പാൻഷൻ. ഇവിടെ പ്രാഭവ പ്രകാശം എന്നല്ല പറയുന്നത്, വിലാസം എന്നാണ് പറയുന്നത്. വിലാസം എന്തുകൊണ്ട്?
ഫീച്ചറിലും ഡിഫറൻസ് ഉണ്ട്, രൂപത്തിലും ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഇമോഷണലി സെയിം ആണ്. ഇനി സെയിം ഫീച്ചർ ഡിഫറൻസ് ഉണ്ട്, ഇമോഷൻ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആകുമ്പം അതിനെ രണ്ടാമത്തെ ക്വാർട്ടറബിൾ എക്സ്പാൻഷൻ ആയിട്ടുള്ള വാസുദേവൻ സംഘർഷൻ പ്രദ്യുമ്നനായിട്ട് വരും. ഇപ്പൊ ഇതിന്റെ എക്സ്പാൻഷൻസ് ശരിക്കും പറയുമ്പം കൃഷ്ണനിൽ നിന്ന് ബലരാമനിൽ നിന്ന് ഫസ്റ്റ് ക്വാർട്ടറബിൾ എക്സ്പാൻഷൻ വാസുദേവൻ സംഘർഷൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ. ഈ ഫസ്റ്റ് സംഘർഷനിൽ നിന്ന് നാരായണൻ വരുന്നു, നാരായണനിൽ നിന്നും വാസുദേവൻ വരുന്നു, സംഘർഷൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ വരുന്നു. ഈ സംഘർഷനിൽ നിന്നാണ് നമുക്ക് കാരണദശായി വിഷ്ണു വരുന്നത്. പ്രദ്യുമ്നനിൽ നിന്നാണ് ഗർഭോദശായി വിഷ്ണു വരുന്നത്. അനിരുദ്ധനിൽ നിന്നും ക്ഷീരോദശായി വിഷ്ണു വരുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം, ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പം വഴി. ഞാൻ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സംഘർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടാവാണ്, ഭൗതിക ലോകത്തിൻ്റെ അടിവേരാണെന്ന് പറയാം. കാരണം ഈ സംഘർഷൻ, സെക്കൻഡ് സംഘർഷൻ അല്ലെങ്കിൽ മഹാസംഘർഷനിൽ നിന്നാണ് രണ്ട് പേര് വരുന്നത്. മഹാവിഷ്ണുവും വരുന്നത്, സദാശിവനും വരുന്നത്. ആ മഹാവിഷ്ണു ആണ് ആക്ച്വലി കാരണദശായി വിഷ്ണു. ഓക്കെ, അപ്പൊ സംഘർഷന്റെ എക്സ്പാൻഷൻ ആണ് കാരണദശായി വിഷ്ണു. പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഫസ്റ്റ് കാമദേവനാണ് അല്ലേ. അപ്പൊ കാരണദശായി വിഷ്ണുവിൽ നിന്നും ഗർഭോദകശായി വിഷ്ണു വരുന്നു. അപ്പൊ ഗർഭോദകശായി വിഷ്ണു, ഗർഭം എന്ന് പറയുമ്പം പ്രഗ്നൻസി അല്ലെങ്കിൽ അടുത്ത ജനറേഷനെ ഉണ്ടാക്കുക. അതെങ്ങനെയാണ്, അതാരാണ് നോക്കുന്നത്? കാമദേവനാണ് നോക്കുന്നത്. അപ്പൊ പ്രദ്യുമ്നായിട്ട് റിലേറ്റ് ചെയ്ത്, അങ്ങനെ കൃഷ്ണന്റെ മകനായിട്ടുള്ള പ്രദ്യുമ്നായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ആലോചിക്കാം. അപ്പൊ കൃഷ്ണന്റെ മകൻ പ്രദ്യുമ്നൻ. അപ്പൊ സംഘർഷന്റെ അടുത്ത ഇതാണ് പ്രദ്യുമ്നൻ. അപ്പൊ പ്രദ്യുമ്നന്റെ എക്സ്പാൻഷനായിട്ട് ഗർഭോദശായി വിഷ്ണുവിനെ, എപ്പോഴാണോ ഗർഭം എന്നുള്ള പേര് വരുമ്പോൾ ഉടനെ നമുക്ക് പ്രദ്യുമ്നനെ അങ്ങനെ മനസ്സിലാക്കാം. കാമദേവനാണ് പ്രദ്യുമ്നൻ, കൃഷ്ണന്റെ മകനാണ്. അപ്പൊ കൃഷ്ണൻ ആരാണ്? ശരിക്കുള്ള കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണദശായി വിഷ്ണുവായിട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗർഭോദകശായി വിഷ്ണു. കൃഷ്ണന്റെ അടുത്ത സ്റ്റെപ്പ് പ്രദ്യുമ്നാവുന്നത് പോലെ കൃഷ്ണൻ എൻ്റെ മകൻ പ്രദ്യുമ്നായതുകൊണ്ട്. ഇനി കൃഷ്ണന്റെ മകനാണ് പ്രദ്യുമ്നൻ. പ്രദ്യുമ്നന്റെ മകനാരാണ്? അനിരുദ്ധൻ. ആ അനിരുദ്ധന്റെ പേരും നമുക്ക് ഈ ചതുർവ്യാഹിയിലുള്ള അനിരുദ്ധനായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പം അനിരുദ്ധന്റെ എക്സ്പാൻഷൻ ക്ഷീരോദശായി വിഷ്ണുവായിട്ട് വരുന്നു. കാരണം അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പ്രിഡോമിനറി ഡൈറ്റി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ചന്ദ്രന് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രനാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അല്ലേ. അത് ഡെമിഗോഡിന്റെ ലെവലിലാണ്. ഞാനിവിടെ പ്രിഡോമിനേറ്ററി ഡൈറ്റി, അധിഷ്ഠാത ദേവത എന്ന് പറയുന്നത് ആലോചിക്കുമ്പോൾ ഡെമിഗോഡ്സിന്റെ ലെവൽ മേലിൽ ആലോചിക്കുമ്പോൾ, കൃഷ്ണന്റെ ലെവലിൽ ആലോചിക്കുമ്പോൾ അനിരുദ്ധനാണ് സ്വാംശമായിട്ട് വരുമ്പോൾ. ആ അനിരുദ്ധൻ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ക്ഷീരോദശായി വിഷ്ണുവാണ് പരമാത്മാവ്. എവിടെയാണ് വസിക്കുന്നത്? മനസ്സിലാണ് വസിക്കുന്നത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യുക, മനസ്സും. അപ്പൊ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന അനിരുദ്ധൻ, മനസ്സിൽ നിൽക്കുന്നത് ക്ഷീരോദശായി വിഷ്ണു. ആ റിലേഷൻ അനുസരിച്ച് നമുക്ക്, അല്ലെങ്കിൽ രണ്ടാമത്തെ റീലിൽ ആലോചിക്കുന്നത് കൃഷ്ണൻ ഫസ്റ്റ് സ്റ്റെപ്പ്, കൃഷ്ണന്റെ മകൻ പ്രദ്യുമ്നൻ സെക്കൻഡ് സ്റ്റെപ്പ്, പ്രദ്യുമ്നന്റെ മകൻ തേർഡ് സ്റ്റെപ്പിൽ നിൽക്കുന്നു. ഇതേപോലെ നമ്മൾ ഇങ്ങനെ പുരുഷന്മാരെ വെച്ച് കഴിഞ്ഞാൽ കാരണദശായി വിഷ്ണു ഏറ്റവും ഫസ്റ്റ് തട്ട്, അത് സംഘർഷൻ, കൃഷ്ണന്റെ ലെവൽ, ഫസ്റ്റ് ലെവൽ. രണ്ടാമത്തെ പ്രദ്യുമ്നന്റെ ലെവലിൽ നോക്കുമ്പോൾ ഗർഭോദകശായി വിഷ്ണു, ആർക്കുമായിട്ട് സിമിലർ? പ്രദ്യുമ്നനുമായിട്ട് സിമിലർ. പ്രദ്യുമ്നന്റെ മകൻ അനിരുദ്ധൻ മൂന്നാമത്തെ തട്ടിൽ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ ക്ഷീരോദശായി വിഷ്ണു, അനിരുദ്ധന് ഇക്വലന്റ് ആയിട്ട്. ഹരേ കൃഷ്ണ. ഇത് ഒരു ടിപ്പായിട്ട് ഓർത്തിരിക്കാവുന്നതാണ് എല്ലാവർക്കും. ഞാനിവിടെ ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹരേ കൃഷ്ണ. ക്ഷമിക്കുക, ഇത് കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്കാണ്, ഡ്രൈ ടോപ്പിക്കുമാണ്. രാവിലെ എല്ലാവരെയും ഉറക്കി കിടത്തി അല്ലേ. ഹരേ കൃഷ്ണ. ഉറക്കം വരാതെ ഉറക്ക ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിരിക്കും, അത് എനിക്ക് ഗ്യാരണ്ടിയാണ്. ഹരേ കൃഷ്ണ. ഉറങ്ങില്ലേ പ്രഭു? ഇതാകെ നമുക്ക് എങ്ങനെ എടുക്കാന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരിക്കും ഉറങ്ങിയില്ല പ്രഭു. നല്ല ബ്രെയിനൊക്കെ ഇങ്ങനെ വെളിച്ചത്തിൽ വന്നു. പക്ഷെ എൻ്റെ ഞാൻ പറയണ കേറുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്രഭു, ചൈതന്യ ചരിതാമൃതം മൂന്നാമത്തെ മധ്യലീലയുടെ മൂന്നാമത്തെ ബുക്കിൽ അത് വായിച്ചിട്ട് പല ഭാഗങ്ങളും ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും,
എന്തിന് എൻ്റെ ബുദ്ധിക്ക് കയറുന്നില്ല, അതുകൊണ്ട് അത് അവിടെ വെച്ച് നിർത്തിയ. ഭഗവാൻ ഇതൊക്കെയാണ്, ഇതിനപ്പുറമാണ്. അത് നമ്മളത്, അതായത് ദിവ്യ ചക്ഷുസ്സുകൾ കൊടുത്താണ് ഭഗവാന്റെ വിശ്വരൂപം അർജുനൻ കാണുന്നത്. അപ്പൊ നമ്മുടെ ബുദ്ധി, എൻ്റെ ബുദ്ധി അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ പ്രഭു ഇത് പറഞ്ഞപ്പോ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില ഭാഗങ്ങൾ തലയ്ക്ക് കയറി, ചിലത് കയറാതെ അങ്ങനെ നിൽക്കുന്നു. അത് ഒരിക്കലും ഉറങ്ങിയില്ല. വളരെ ആകാംക്ഷയുടെ രസത്തോടെ കേട്ടിരുന്നു. ഹരിപോൽ ഇതുപോലെ പ്രഭു തന്നാല്, എൻ്റെ കാര്യം ഞാൻ പറയുന്ന, തന്നാല് എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിലാകും. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അത്രയും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറും ഇല്ല പ്രഭു, എൻ്റെ ബുദ്ധിക്ക് അതീതം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാധുജി. ഓക്കെ, മാധുജി നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ തിങ്കളാഴ്ചത്തെ ഇനാഗുറേഷന്റെ തിരക്കിലാണ് പ്രഭു. എന്നിട്ട് പോലും പ്രഭു ക്ലാസ് എടുത്തതിന് താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാധുജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. എല്ലാവരും ഒന്ന് പട്ടാഴിയിൽ വരണം. 14-ാം തീയതി വിഷുവിൻ്റെ ദിവസം. എൻ്റെ ഇൻവിറ്റേഷൻ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. മാധുജി എല്ലാവർക്കും ഒന്ന് അയക്കണം മാധുജി. ഓക്കെ ബ്രോ. ഓക്കെ, ഷുവർ ബ്രോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.